നമസ്കാരം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു ഏർപ്പാടാണ്. നമുക്കൊക്കെ അറിയാം, SDPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരൻ്റ് കമ്പനി എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന പ്രസ്ഥാനം അതിശക്തമായി പടർന്നു പിടിച്ചപ്പോൾ RSSന് ബദൽ എന്ന നിലയിൽ 2047 രാജ്യത്തിൻ്റെ ഭരണം പിടിക്കും എന്ന തരത്തിലേക്കൊക്കെ അവകാശവാദങ്ങൾ നടത്തിയപ്പോൾ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ രായ്ക്ക് രാമാനം ഇവിടെ വന്ന് അവരെ പിടിച്ച് വിമാനത്തിൽ കൊണ്ടുപോയി ജയിലിലടച്ചതാണ്. അവരുടെ തുടർച്ചയാണ് SDPI. ആ SDPI കേരളത്തിൽ BJPക്ക് ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? SDPIയും പോപ്പുലർ ഫ്രണ്ടുമൊക്കെ നിലവിൽ വന്നതുപോലും BJPക്കും RSSനുമെതിരെ ബദൽ ശക്തി എന്ന നിലയിലാണ്. പക്ഷേ ഇതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചാൽ BJP ജയിക്കണം എന്ന് വാശി പിടിക്കുന്നൊരു പാർട്ടി SDPI ആണ്. അത് BJP ആവശ്യപ്പെട്ടതുകൊണ്ടോ BJP അവരോട് മൃദു സമീപനം കാണിച്ച് ഡീലിന് പോയതുകൊണ്ടോ അല്ല. SDPIയുടെ അസാധാരണമായ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമാണ്. മഞ്ചേശ്വരത്ത് സംഭവിച്ചത് എന്താണെന്ന് നോക്കുക. SDPIക്ക് തരക്കേടില്ലാത്ത വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. SDPIയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ കുറഞ്ഞത് 6000 വോട്ട് അവർക്ക് കിട്ടുമെന്ന് തീർച്ചയാണ്. എന്നിട്ടും SDPI അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ നിർബന്ധിതരായപ്പോൾ ആ പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ടായത് ദീർഘകാലമായി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന തുളസീധരൻ പള്ളിക്കലിനെ പുറത്താക്കേണ്ടി വന്നത് എന്താണ് വ്യക്തമാക്കുന്നത്? SDPI മത്സരിച്ചാൽ BJP ജയിക്കും എന്നുറപ്പുള്ളപ്പോൾ SDPI മത്സരിക്കാൻ ആലോചിച്ചത് എന്തിനാണ്? സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിച്ചപ്പോൾ എന്തിനാണ് SDPIയിൽ ആഭ്യന്തര പ്രശ്നമുള്ളത്? എന്ന് വെച്ചാൽ SDPI അവിടെ BJPയുടെ വിജയം ആഗ്രഹിച്ചിരുന്നു എന്നല്ലേ? SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ടും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. SDPI പിൻവലിച്ചത് ലീഗ് നേതാക്കളും ആത്മീയ നേതാക്കളും ഒക്കെ ഇടപെട്ടിട്ടാണെങ്കിലും ഇതുവരെ SDPI ലീഗിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് അവിടെ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കാനാണ്. SDPIക്ക് അറിയാം LDF മൂന്നാമത് എത്തുമെന്ന്. അവിടെ BJPയും ലീഗും തമ്മിലാണ് മത്സരം. അപ്പോൾ പിന്നെ SDPI CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ ആരായിരിക്കും ജയിക്കുക? BJP സ്ഥാനാർത്ഥി സുരേന്ദ്രൻ തന്നെ. നോക്കൂ, BJP ജയിക്കുമെന്ന് എല്ലാവരും കണക്കാക്കുന്ന മറ്റൊരു മണ്ഡലം നേമമാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കുന്നു. SDPI അവിടെ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ശിവൻകുട്ടി എന്ന CPM സ്ഥാനാർത്ഥിക്ക്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? SDPIയുടെ വോട്ട് ശിവൻകുട്ടിക്ക് കിട്ടും എന്നുറപ്പായതോടെ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കും രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായി. കഴിഞ്ഞ തവണ K മുരളീധരനെ കുമ്മനം രാജശേഖരനെതിരെ നിർത്തിയതിനെ തുടർന്ന് ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിച്ച് അതിന് മുമ്പത്തെ തവണത്തേക്കാൾ വലിയ വ്യത്യാസത്തിൽ വോട്ട് നേടി മുരളീധരൻ തോറ്റപ്പോഴാണ് ശിവൻകുട്ടി ജയിക്കുന്നത്. ഇക്കുറി K ശബരിനാഥ് ദുർബലനാണ് താരതമ്യേന മുരളീധരനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായും SDPIയുടെ പിന്തുണ കൂടിയാകുമ്പോൾ ശിവൻകുട്ടിയായിരിക്കും മുമ്പിലെത്തുക. എന്നാൽ മുരളീധരന് കിട്ടിയതുപോലെ ഹിന്ദു വോട്ടുകൾ ശബരിനാഥിന് പോവില്ല. മാത്രമല്ല, ശിവൻകുട്ടിയേക്കാൾ താല്പര്യം ഹിന്ദു വോട്ടർമാർക്ക് രാജീവ് ചന്ദ്രശേഖരായിരിക്കും. എന്ന് വെച്ചാൽ SDPI പരസ്യ പിന്തുണയിലൂടെ ഹിന്ദു വോട്ടുകളെ BJPക്ക് അനുകൂലമാക്കി ധ്രുവീകരിക്കുന്നു എന്നർത്ഥം. 2 സീറ്റിലും SDPIയുടെ നിർണായകമായ നിലപാട് BJPക്ക് അനുകൂലമാണെന്ന് തീർച്ച. രണ്ടിടത്ത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം SDPI പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടതുമുന്നണിക്കാണ്. എന്തുകൊണ്ടാണ് BJP ജയിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് SDPI ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് കടുത്ത മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുന്ന CPMനെ SDPI ചേർത്ത് പിടിക്കുന്നത്? വളരെ പ്രസക്തമായ ചോദ്യവും വിശ്വസിക്കാനാവാത്ത രാഷ്ട്രീയ നീക്കവുമാണ്. അവിടെയാണ് SDPI എന്ന പ്രസ്ഥാനം അവരുടെ ഭാവിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ന് രാജ്യത്ത് എല്ലായിടത്തും സാന്നിധ്യമുള്ള ഏക മുസ്ലിം പാർട്ടി SDPI ആണ്. മുസ്ലിം ലീഗ് അധികാരത്തിൻ്റെ ഭാഗമാണ്, കേരളത്തിൽ ശക്തമാണ്. എങ്കിലും കേരളത്തിന് പുറത്തേക്ക് മുസ്ലിം ലീഗ് നാമമാത്രമായ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിലും മറ്റും DMK സഖ്യത്തിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗിന് ജനപ്രതിനിധികൾ ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് അവിടെയൊന്നും ഒരു പ്രസക്തിയുമില്ല. എന്നാൽ അങ്ങനെയല്ല SDPIയുടെ അവസ്ഥ. ഇന്ത്യയിൽ 14ഓളം സംസ്ഥാനങ്ങളിൽ SDPI ശക്തമാണ്. കർണാടകയിൽ മാത്രം ഏതാണ്ട് 250-ൽ അധികം ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ SDPI ഒറ്റയ്ക്ക് വിജയിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലുമുണ്ട് 100ഓളം ജനപ്രതിനിധികൾ. തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും രാജസ്ഥാനിലുമൊക്കെ
SDPIക്ക് ജനപ്രതിനിധികളുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 900-ലധികം ജനപ്രതിനിധികൾ ഉള്ള പ്രസ്ഥാനമാണ് SDPI. SDPI നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവരെ തീവ്രവാദ സംഘടന എന്ന് ചാപ്പകുത്തി മോദി വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയ സഖ്യങ്ങൾ കൂടെ കൂട്ടുന്നില്ല എന്നതാണ്. അവർ അതിനുവേണ്ടി തീവ്ര ശ്രമം നടത്തിയെങ്കിലും അവരെ പിന്തുണയ്ക്കുന്നതിന് ലീഗ് എതിര് നിന്നു. SDPIയുടെ വളർച്ചയെ ഏറ്റവും അധികം ഭയത്തോടെ കാണുന്നത് മുസ്ലിം ലീഗാണ്. SDPIക്ക് ഇടം കൊടുത്താൽ SDPI വളർന്നു പന്തലിക്കുമെന്നും അത് ലീഗിൻ്റെ അപ്രമാദിത്വത്തിന് കുഴപ്പമാകുമെന്നും ലീഗിനറിയാം. അതുകൊണ്ട് തന്നെ ലീഗ് പച്ചയ്ക്ക് SDPIയെ എതിർക്കുന്ന കാര്യത്തിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല. SDPIക്ക് ഇപ്പോൾ വേണ്ടത് അംഗീകാരമാണ്. അംഗീകാരം UDFൽ ഒരിക്കലും ലഭിക്കില്ല, ലീഗ് അവിടെ ഉള്ളിടത്തോളം എന്ന് തിരിച്ചറിഞ്ഞാണ് ലീഗിനെയും UDFനെയും സമ്മർദ്ദത്തിലാഴ്ത്താൻ അവർ മുസ്ലിം വിരുദ്ധത പ്രസംഗിക്കുന്ന CPMനോട് കൂട്ടുകൂടുന്നത്. അതിൻ്റെ ഫലം ആദ്യ ദിനം തന്നെ അവർക്ക് കിട്ടി. മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മാത്രമല്ല, കൊടപ്പനക്കുന്ന് തറവാട്ടിലെ സാദിഖ് അലി തങ്ങൾക്കൊക്കെ SDPIയുടെ ചർച്ച നടത്തേണ്ടി വന്നു. ഇത്തരത്തിൽ ലീഗിനെയും UDFനെയും സമ്മർദ്ദത്തിലാഴ്ത്താൻ വേണ്ടിയാണ് അവർ ഇടതുപക്ഷത്തോട് സഖ്യം പ്രഖ്യാപിക്കുന്നത്. മാത്രമല്ല, ലീഗും UDFും ഭയക്കണമെങ്കിൽ BJP വിജയിക്കുക തന്നെ വേണം. BJP വിജയിക്കുന്ന സാഹചര്യത്തിൽ SDPIയെ കൂട്ടാൻ UDF നിർബന്ധിതരാകും എന്നാണ് അവരുടെ വിലയിരുത്തൽ. BJPക്ക് വോട്ട് കിട്ടിയാൽ മുസ്ലിം വോട്ടുകൾ ആശങ്കപ്പെടുമെന്നും അവർ ബദൽ രാഷ്ട്രീയ വഴി തേടുമെന്നും SDPIക്ക് അറിയാം. അതിനുവേണ്ടിയാണ് SDPI CPMനെ പിന്തുണച്ച് BJPക്ക് വിജയമുറപ്പിക്കുന്നത്. 2021 BJPയുടെ നിയമം അക്കൗണ്ട് പൂട്ടിച്ചത് LDFും UDFും ഒരുമിച്ചാണെങ്കിൽ ഇക്കുറി അത്തരമൊരു നീക്കമുണ്ടാവില്ല. ഓരോ സീറ്റും LDFനും UDFനും നിർണായകമാണ്. മഞ്ചേശ്വരത്ത് ലീഗ് ജയിക്കുന്നതിനേക്കാൾ CPMന് ഗുണമാകുന്നത് BJP ജയിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നേമത്ത് CPM ജയിക്കുന്നതിനേക്കാൾ കോൺഗ്രസിന് ഗുണം BJP ജയിക്കുന്നതാണ്. കാരണം ഓരോ സീറ്റും നിർണായകമായതുകൊണ്ട് തന്നെ ഓരോ സീറ്റും കുറയ്ക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി BJP ജയിക്കട്ടെ എന്ന് ഇരുമുന്നണികളും വയ്ക്കുന്ന സാഹചര്യമുണ്ടാവും, പ്രത്യേകിച്ച് CPIM. ഇതുതന്നെയാണ് SDPIയുടെ നീക്കത്തിൻ്റെ ഭാഗവും. എന്നാൽ ഇതിനപ്പുറത്തേക്കുള്ള നീക്കങ്ങൾ BJP നടത്തുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായത് മഞ്ചേശ്വരത്തെ അവർ ഇറക്കിയ തുറുപ്പ് ചീട്ടാണ്. മഞ്ചേശ്വരത്ത് ഏതാണ്ട് 6000-ഓളം വോട്ടുള്ള ഒരു വിഭാഗമാണ് ലത്തീൻ കത്തോലിക്ക കൊങ്കണി വിഭാഗം. അവർ കൊങ്കണികളാണ്, ലത്തീൻ കത്തോലിക്കരാണ്. അവരുടെ വോട്ട് പരമ്പരാഗതമായി UDFന് പോകുന്നു. ആ UDFന്റെ സ്ഥാനാർത്ഥിയാവട്ടെ ലീഗിൻ്റേതും. അത് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇക്കുറി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുകയാണ് മുമ്പ് മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ജീൻ ലാവിന മൊന്തേറോ. ജീൻ ലാവിന സ്വതന്ത്രയായി മത്സരിക്കുന്നു. UDFന്റെയും CPMന്റെയും പിന്തുണയോടെ BJPക്ക് ബദലായി ജയിക്കുന്നു. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ അവർ BJPയുടെ പിന്തുണ തേടുന്നു. അങ്ങനെ 2020 പഞ്ചായത്ത് ഭരിച്ച ജീൻ ലാവിലോ മൊന്തോറയെ ഇക്കുറി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് BJP ആണെന്നാണ് റിപ്പോർട്ടുകൾ. മൊന്തേറോ പിടിക്കുന്ന ഓരോ വോട്ടും BJPക്ക് ഗുണകരമാവും, അല്ലെങ്കിൽ അത് UDFന് പോവേണ്ടതാണ്. ജാതി സ്പിരിറ്റ് കൊണ്ട് അവിടുത്തെ കൊങ്കണി ലത്തീൻ കത്തോലിക്കർ മൊന്തോറയ്ക്ക് എത്ര വോട്ട് ചെയ്താലും അത് BJPക്ക് ഗുണകരമായി മാറും. ആ തുറുപ്പ് ചൂട്ട് തന്നെയാണ് K. സുരേന്ദ്രൻ എന്ന മുൻ BJP സംസ്ഥാന പ്രസിഡന്റിന് മഞ്ചേശ്വരത്ത് നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ. അതുകൊണ്ടാണ് ഇക്കുറി അർദ്ധശങ്കയില്ലാത്ത വിധം എല്ലാവരും പറയുന്നത് 4 സീറ്റ് BJPക്കുണ്ടെന്ന്. മഞ്ചേശ്വരവും നേമവും പാലക്കാടും കഴക്കൂട്ടവും. കഴക്കൂട്ടമോ എന്ന് പലരും ചോദിക്കും. V. മുരളീധരനെ അറിയാത്തതുകൊണ്ടാണ് അത്തരം ചോദ്യമുണ്ടാവുന്നത്.